ഹായ്. അപ്പോൾ അവതാർ വേൾഡ് അല്ലെങ്കിൽ പശു വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ കളിക്കാറുള്ളൊരു ഗെയിം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ. ഞാനും കസിനും വീട്ടിൽ പോകുമ്പോൾ കളിക്കാറുള്ളതാണ്. ഫസ്റ്റ് എടുത്തത് ഞാൻ, പിന്നെ ഞങ്ങൾ കസിനും ഞാനും അവിടെ ഉണ്ടാക്കിയതാണ് രണ്ടാമത്തത്. ഇതിൽ ഞങ്ങൾ ചുമ്മാ ഇട്ട പേരെന്ന് പറയുന്നത് റീനു ആണ്, ഞാൻ സ്നേഹയാണ് തവള്. അപ്പോൾ ഞാൻ റീനു സ്നേഹയാണ് ക്യാരക്ടേഴ്സ് വന്നിട്ട്. പിന്നെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അതിന് ഞങ്ങൾ പേരിടുന്നത് ഒരു പോയായ കാരണം എന്തെങ്കിലും പേര് നിങ്ങൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ പേര് നമ്മൾക്ക് പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിൽ കുറേ സ്ഥലം ഞാൻ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ കിച്ചൺ ഗ്രീൻ ആൻഡ് പോളീസ് പിങ്ക്, സ്വിമ്മിംഗ് പൂൾ ഏരിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ പറയാം. ഞാൻ പാർട്ട് 2 എന്തായാലും ഇടുന്നതാണ്, അത് നാളെ ഇടാം. പാർട്ട് 2 എല്ലാം കവർ ചെയ്തിട്ട് എഴുതിടാം. അപ്പോൾ അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു പേര് നിങ്ങൾ പറയണ പേരിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു പേര് നോക്കാം. ഓക്കെ, അപ്പോൾ ബെഡ്റൂം ബ്ലൂ ആൻഡ് ഗ്രീൻ തീം പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഞങ്ങൾ എഴുന്നേറ്റു. സ്നേഹ റീനു എഴുന്നേറ്റു. ഓക്കെ, അപ്പോൾ സ്നേഹ നടന്ന് വാക്കിംഗ് ആണ് ഫസ്റ്റ്. ഓക്കെ, ഇത് തന്നെ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ വീഡിയോ ഇങ്ങനെ എടുത്തതെന്ന്. അതിനാണ് നമ്മൾ ഫോൺ കാണുന്നുണ്ടല്ലോ, ഫോണിൽ വീഡിയോ എന്ന് പറഞ്ഞ സാധനമുണ്ട് കണ്ട, മുകളിലൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം 42, 2 മിനിറ്റ് അങ്ങനെ ആയിട്ട് ഞാനിത് ഫുൾ കൊടുത്തത്. ദിസ് ഈസ് ഫ്രീലി ഗുഡ്. നിങ്ങൾക്ക് യൂട്യൂബർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറെ യൂട്യൂബേഴ്സിനും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആദ്യം സ്നേഹ ഡ്രസ്സൊക്കെ എടുത്ത് ഫ്രഷ് ആവാൻ പോവാണ്. റീനു അവിടെ ബാസ്ക്കറ്റും പിടിച്ച് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇട്ടതാണ് തുണി, ഇപ്പോഴാണ് അത് എടുക്കാനുള്ള നേരം കിട്ടിയത്. അപ്പോൾ സ്നേഹ അത് റീനുവിൻ്റെ കൊടുത്തു, നീ എങ്ങനെയാക്കി വെക്കടേ എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കളിക്കണതാട്ടോ, കസിൻ ഉണ്ടായിരുന്നില്ല, മീൻസ് സ്കൂളുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഞാൻ കളിച്ച് നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ആ ട്രിപ്പ് തൊട്ടിട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് വരിക. അപ്പം അതിൽ ട്രിപ്പിൻ്റെ ഒപ്പം നമുക്ക് പല സ്ഥലം കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു വീട് സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ നാളത്തെ ഇടൂല, പിന്നെ എപ്പോഴെങ്കിലും ഇടാം. നാളത്തെ ഞങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അതാത് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഞാൻ സെറ്റൊക്കെ ഒരു സൈഡിലൊക്കെ ആക്കി വെക്കുന്നു. അവളവിടെ ഒരാൾ തേപ്പ് തുടങ്ങി കുറേ നേരം കേട്ടോ. അങ്ങനെ അവളതൊക്കെ തേച്ച് നെക്സ്റ്റ് താണ്ടേ അവൾ കുളിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ ചെരുപ്പൂരാണ് കേട്ടോ, ചെരുപ്പൂരിട്ടാണ് ഞങ്ങൾ കുളിക്കാറ്. ഇട്ടിടാതെ ഇവൾ മാത്രം ചെരുപ്പിട്ടുണ്ടാവുള്ളൂ, ഞാൻ ഇടാറില്ല. ഇടാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മേടിച്ച് വയ്ക്കും, അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിട്ട് തുടങ്ങും. ദാറ്റ് ഇസ് മൈ ഓപ്ഷൻസ്. ഓക്കെ, ഇതിലും അതേ പറക്കിലൊപ്പം എഴുതി വയ്ക്കാനൊക്കെ പുറത്തോട്ടും അകത്തോട്ടും. എന്നിട്ട് ശേഷം ഞാൻ ഷാമ്പു എടുത്ത് തലയൊക്കെ സ്നേഹം നല്ലപോലെ കുളിച്ചു. ഹാൻഡ് സെറ്റായിട്ട് അവൾ താണ്ടി ഇറങ്ങി, ടാപ്പ് ഓഫ് ചെയ്തു. അവൾ തോർത്തിച്ച് മുഖം തുടച്ചു ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ അവളുടെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു ഫ്രണ്ട്സ്. അവളുടെ ഡ്രസ്സ് ഞാനാണ് അതിട്ട് പോയത്. ഇത് കഥയാണെന്ന് നോക്കിയിട്ട് പാൻറ്റ് അവൾ തന്നെയാണ് ഇട്ടത്. അങ്ങനെ അവളൊക്കെ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് എൻ്റെ കുളിയാണ്. എൻ്റെ കുളി എന്ന് പറയുന്നത് കാക്ക കുളിയാണ്. ഇതിൽ അവൾ നല്ലപോലെ തേച്ചെങ്കിലും ഞാൻ നല്ലപോലെ തേച്ചില്ല. അങ്ങനെ വേണമെന്ന്. പിന്നെ ഞാനാണ് എപ്പോഴും മെഷീനിലൊക്കെ ഓരോന്ന് വയ്ക്കുക. ഞാൻ ഈ സാധനം ചോദിച്ചപ്പോൾ ചായ വയ്ക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ബട്ട് അതൊക്കെയാണ് ഇതിലത്തെ സെറ്റപ്പ്. ഓക്കെ, ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ടാവും, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കണമെങ്കിൽ നല്ല മുറിയൊന്നുമില്ലാന്ന് പൊട്ടപ്പോയിലും സൗണ്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യം തന്നെ തേച്ചു കണ്ട 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ തേച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കളിക്കാൻ എന്നുമ്പോൾ ചെരുപ്പ് ഒരു ക്ലാസ് അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം, സ്നേഹനെ കണ്ടുപിടിക്കാൻ പാടില്ല. സ്നേഹയാണെങ്കിൽ ചെരുപ്പിട്ടിട്ട് പിന്നെ കയറിയിട്ട് പിന്നെ വീണ്ടും ഊരിയതാണ്. ഞാനങ്ങനെ വീണ്ടും റീനു നല്ലപോലെ തന്നെ തേച്ചരച്ച കുളിച്ചില്ലെങ്കിൽ കുളിച്ചു, അത് മതിയെന്നേ. ഓക്കെ, അതിന് ശേഷം
ഞാൻ അതവിടെ വെച്ചതിന് ശേഷം എൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഫസ്റ്റ് എനിക്ക് ഇട്ടപ്പോൾ എന്തോ പോലെ തോന്നിയെങ്കിലും എനിക്ക് ഇതിലിട്ടാണെങ്കിൽ ഞാനിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും. എനിക്ക് ഇച്ചിരി മെന വേണം ഫ്രണ്ട്സ് മാമ. ഓക്കെ, പിന്നെ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ മീൻസ് നല്ല ഡ്രസ്സ് ഞാൻ മാറ്റിയിടാമെന്ന് വിചാരിച്ച് നോക്കിക്കോളൂ. ഞാൻ ഇത് രണ്ടും ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് അതെന്തോ സുഖമില്ല എനിക്ക്. മീൻസ് അത് വീട്ടിലിടാൻ പറ്റിയതാണ്, പുറത്ത് നമ്മൾ പോകുന്നുണ്ട് ഇതിൽ. ഓക്കെ, അത് കാരണമാണ് ഞാനത് ധരിച്ചത്. നമ്മൾ ഈ ഗെയിമിലൊന്നും ഒരിക്കലും നമുക്ക് പുറത്ത് പണ്ടിരിക്കേണ്ടി വരില്ല. പിന്നെ ഇതിലാകെ പറ്റാത്തത് മീൻസ് പുറത്ത് പോകുമ്പോൾ വേൾഡ്സ് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഒരു ഉള്ളിൽ കയറുമ്പോൾ മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ സൺസ്ക്രീൻ ഇട്ടു. എൻ്റെ കണ്ണ് കണ്ടാൽ തീർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അവൾ എന്തൊക്കെ എടുത്ത് തെറ്റുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ മുകളിലാണ് ഫ്രണ്ട്സ്. ഓക്കെ, അതിന് ശേഷം ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിൽ പോയി. ഉണ്ണിവാവയുടെ ഡ്രസ്സൊക്കെ മുകളിലാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി മെന വരുത്തണ്ടേ. അപ്പം അതിനുള്ള സാധനങ്ങൾ മുകളിലാണ്. നമുക്കപ്പോൾ ഇവരെ ഒരു ക്യാറ്റ് റെഡി വിത്ത് മേളോ. അപ്പോൾ ഇവരാദ്യം സൺസ്ക്രീൻ ഇട്ട് നിങ്ങൾ കണ്ടുണ്ടാക്കും. 2 പേരും ഇട്ടിട്ടു, അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് മെന വരുത്താൻ നോക്കുന്നു. ഓക്കെ, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നു. ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വളരെ കുറച്ച് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെന്താ ബ്രഷ് എടുത്ത് നമ്മളതൊന്ന് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാം. ദാറ്റ് ഇസ് റിയലി കറക്റ്റ് ഓഫ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ലിപ്സ്റ്റിക്ക് 2 ഷെയ്ഡ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഞാനിട്ടത് ഫസ്റ്റ് ഇട്ടത് തന്നെയാണ്. എന്തോ പോലെ തോന്നി. അതൊക്കെയാണ് ഞാൻ അറിയണ്ടേ എക്സ്പ്രഷൻ ഇട്ടത്. ദെൻ ഫസ്റ്റ് ഇട്ടപ്പോൾ ഒരു സുഖമില്ല, ഡ്രസ്സിനകത്ത് മാച്ചായില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഇട്ട് ഫ്രണ്ട്സ് റൈറ്റ് അതിലൂടെ ആ ലിപ്സ്റ്റിക്കിൻ്റെ കഥകളി. പിന്നെ ഞാൻ കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കമ്മലിട്ട് നോക്കി. ഇതെനിക്ക് സുഖമില്ലായെന്ന് തോന്നിപ്പോയെങ്കിലും ഞാനിതിട്ടില്ല ഗൈസ്. ഇതിട്ട് നോക്കി അതെന്തോ പോലെ ഇട്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ചെയ്തെനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ അതെടുത്തിട്ടു. വാവ്, ദിസ് ഇസ് റിയലി ഗുഡ്. ഞാനിത് ഒരു കാതിലുള്ളെങ്കിലും സെക്കൻഡ് സ്റ്റഡ് പോലെയൊക്കെ ആണെങ്കിലും ഞാനതിട്ടു. പിന്നെ ചെപ്പൽ നോക്കുമ്പോൾ ഞാനിട്ടത് ഇതാണ് ഫ്രണ്ട്സ്. ദാറ്റ് ഇസ് റിയലി ഗുഡ്. പിന്നെ മാല ഇതന്നെയാണ് ഇട്ടത്. മീൻസ് അതെന്തോ പറയുമ്പോൾ നമ്മുടെ പാവാടയ്ക്ക് മാച്ചാക്കും. പിന്നെ ഞാൻ മാല ഇട്ടില്ല. അപ്പോൾ സ്നേഹ റെഡിയാവാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം സ്നേഹ ഞാൻ ചെയ്തത് തന്നെ എന്താ പറയുക, ഇച്ചിരി ഫൗണ്ടേഷൻ പൂശി പിന്നെ ബ്ലഷ് എന്തൊക്കെ ഇട്ട് അവൾ കണ്ണാടിക്ക് ഇടാൻ നോക്കി. ആദ്യം ഞാൻ അറിയേണ്ടതാണ് നിമർത്തിയത്. പിന്നെ ഞങ്ങൾ തണ്ടി താറ്റ പോക്കാനേ എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനവിടെ ഉരുസുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മീ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് 2 ഞാൻ തുറന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വെള്ളം ചൂടാക്കി വെച്ചു. എങ്കിലും ഞാൻ കുടിച്ചില്ല, ഞാൻ മറന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ നമ്മൾ എന്തുണ്ടാക്കുന്നു ഫ്രിഡ്ജിൽ ഇച്ചിരി നേരം ആലോചിച്ചിരുന്നപ്പോഴാണ്, അടയ്ക്കാൻ നിന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. ചീസ്. ഓക്കെ, എങ്കിൽ നമുക്കതിനെ ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഇട്ട് കൊടുത്തു. പിന്നെ ബ്രെഡ് എടുത്തു. നെക്സ്റ്റ് ബിഫോർ പാൻ ബ്രെഡ് കഴിഞ്ഞു നിങ്ങൾ കരുതരുത്. അബ്രാക്ക് മാജിക് തന്നെ മുറിഞ്ഞു സംഭവമായിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീണ്ടും അതന്നെ ചെയ്ത് 2 എണ്ണം മതി. 2 ആൾക്കാരിലുള്ള കുട്ടിക്ക് ഞാനൊന്നും കൊടുക്കാറില്ല, കുട്ടി പട്ടണിയാണ്. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജൊക്കെ അടച്ച് പാനിലേക്ക് പാത്രം കഴുകാണ്ട് എടുത്ത് വെച്ചു. വെള്ളമെടുത്ത് മറ്റേ സാധനത്തിന് മുകളിൽ വെച്ചു. അല്ലെങ്കിൽ എവിടെ ഒഴിച്ച് പോകും. പുതിയ വീടല്ലേ. ഓക്കെ, ഡൈനിങ് ഹാളിൽ നമ്മൾ ഇരുന്ന് ആദ്യം ഞാൻ കഴിച്ചു, കുട്ടീനെ ആദ്യം സ്നേഹ കഴിച്ചു. ആദ്യം ഞാൻ കഴിച്ചു, പിന്നെ സ്നേഹ കഴിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ദിസ് ഈസ് മൈ ഗാർഡൻ. ഓക്കെ, പിന്നെ നമ്മൾ ബസ് ഇല്ലാത്ത കാരണം ഞാൻ വെറൈറ്റിക്ക് വേണ്ടി സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. നിങ്ങൾ സ്കൂള് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്, പക്ഷേ സ്കൂള് ഞാൻ ഫുള്ളും കാണിച്ചിട്ടില്ല, ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നാളത്തെ ടുമാറോ.
പാസ്വേഡ് അവതാർ വേൾഡ് പാർട്ട് 2. ഇങ്ങനെ ബസ്സിൻ്റെ സാധനം പിടിച്ച് അമർത്തുമ്പോൾ ബസ് വരും, അമർത്തണം കേട്ടോ. എന്നിട്ട് അതിൽ കയറിയിരുന്ന് അതിന് നടുക്ക് നമർത്തിയ നമ്മൾ ഉള്ളിലേക്ക് കയറും. പിന്നെ നമ്മളെ മുകളിൽ മഞ്ഞ ലൈറ്റ് കാണിക്കണ സ്ഥലമുണ്ടല്ലോ, മീൻസ് അവിടെ ഒന്ന് നമർത്തിയാൽ മതി. അപ്പോൾ ഞാൻ നമർത്തുമ്പോൾ പച്ചയും വേണ്ട, അങ്ങനെ നമ്മൾ പോക്കും. പിന്നെ നമുക്ക് കാണാം യാത്രകൾ വിവരണങ്ങൾ എല്ലാം കാണാം ഗൈസ്. നല്ല കുന്ന് തോന്നില്ല എന്നാലും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോകുന്നു. ഇത് പിന്നെ ഞാനവിടുത്തെ രാപ്പാരക്കായിരുന്നു. ഇവർ 2 പേര് ഇറക്കിയിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ആ ചുവന്ന ബട്ടനെ പിടിച്ച് നമ്മളത്തേക്ക് ഇറങ്ങി എനിക്ക് പുറത്ത് പോകാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിൽ പോയി. ഇനി ഞാൻ കാണിച്ചില്ല. അതിന് ശേഷം നമ്മളിതാണ് സ്കൂളിൽ. അപ്പം നമ്മൾ ഡേക്കറി കയറിയിട്ടില്ല, സ്കൂളിൽ മാത്രം കയറി കാണിച്ചു തരാം. അതും ഞാൻ ഒറ്റയ്ക്ക് കയറി കാണിച്ചു തരാം. അത് സ്നേഹ അല്ല വരണ്ട. ഓക്കെ, ഞാൻ റീനു കയറി കാണിച്ചു തരും. അങ്ങനെ നമ്മൾ താണ്ടി സ്കൂളിലേക്ക് കയറി. അവിടേക്കൊക്കെ ഉണ്ട് സ്ഥലം, ഞാൻ പോവാത്തതാണ്. എനിക്ക് എൻ്റെ ഒരു ഫോൺ എടുക്കാനാണ്. ഫോൺ അടിച്ച് മാറ്റലാണ്. ഏതാണ് അതല്ല ഫ്രണ്ട്സ്, അത് വേറെയാണ്. എനിക്ക് വേണ്ടത് ഇതാണ്, ബൈ ഫ്ലവറൊക്കെ ആയിട്ട് തരുന്ന റിയലി ബ്യൂട്ടിഫുൾ. ഫോണിലെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഓപ്ഷൻസ് ഞാൻ നാളെ. അതേപോലെ ഇനി പലതും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ പല സീക്രട്സ് ഉണ്ട്, കുറേ സീക്രട്സ് ഉണ്ട്. നമുക്ക് ചിലതൊക്കെ അത്ഭുതം തോന്നും, അത്രയാണ്. പിന്നെ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സ്. മീൻസ് ഇത് അപ്ഡേഷൻ വരുമ്പോൾ പലതും വരും. ഇതിൽ എയർപോർട്ട് വന്ന് അങ്ങനെ വലിയ ലുലു മാൾ വന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അപ്ഡേഷൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ഡേഷനൊന്നും വരില്ല, നമ്മൾ തന്നെ വരും, നമ്മളറിയില്ല. അതിൻ്റെ ഈ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കും. മീൻസ് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇത് മാറില്ലല്ലോ, ചുവപ്പും വൈറ്റനില്ലേ. ഇതങ്ങനെയല്ല, ഇത് പലതാണ്. ഇപ്പോൾ ഇതിൽ എയർപോർട്ടിൻ്റെയാണ്. മീൻസ് ഇപ്പോൾ തന്നെയാണ് ലോഞ്ചായത് എയർപോർട്ട്. അങ്ങനെ നമ്മൾ ടൂറ് പോകാൻ പോവാണ് ഫ്രണ്ട്സ്, അതും പ്ലെയിനിൽ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയി പ്ലെയിനിൽ വന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പെട്ടിയൊക്കെ സെറ്റാക്കിയിട്ടുള്ള. അപ്പോൾ പെട്ടി സെറ്റ് ചെയ്യണം. കുട്ടീനെ നേരത്തോട്ടിലേക്ക് കമത്തി. കുട്ടിയുടെ ഡ്രസ്സൊക്കെ മുകളിലാണല്ലോ, അത് നമ്മുടെ ഡ്രസ്സ്. എന്നിട്ട് മാരി കുട്ടികളുടെ ദിസ് ഈസ് പെട്ടി. ആദ്യമായിട്ട് പിന്നെ ഏത് ഡ്രസ്സ് ഇടുന്നുള്ള കൺഫ്യൂഷനായി. 2 അലമാരിൽ നിറയെ ഡ്രസ്സാണ്. അപ്പം ഞാൻ അതങ്ങോട്ട് എന്തൊക്കെയോ ഞാൻ എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു. പലതും താഴെയിടും, പലതും കയറ്റും. എന്നിട്ട് ഞാൻ ഫൈനലായിട്ടെടുത്തത് അതെടുത്ത് വെച്ചു, ഇതെടുത്ത് വെച്ചു. പിന്നെ അതങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചു. ഓക്കെ എല്ലാം എടുത്ത് വെച്ചു. ഞാൻ പകിരി മൊത്തം ഞാൻ കാലിയാക്കി. പിന്നെ മെഷീനിൽ കിടക്കണതെടുത്ത് അതാത് സ്ഥലത്തും വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ്. അത് കാരണം പിന്നെ കാണിച്ചില്ല. പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഫോൺ എടുക്കണം, കുട്ടീനെ ചവിട്ടിക്കൂട്ടി എന്ന് നിങ്ങളാരും പറയരുത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ താണ്ടി എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല. പെട്ടി പിടിച്ച ഒരാൾക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെയാണ്. ഇല്ല, ഞാൻ കുട്ടീനെ പറത്തി ഞാൻ അവിടെ ഇട്ട് കുട്ടിയുടെ മൂടി തന്നെ കയറിയിരുന്നു. കുട്ടിക്ക് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള പുറപ്പാട് പോലെയാക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി. നല്ല വീട്ടിൽ ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് വെറൈറ്റിയാണ്. എനിക്ക് ലൈറ്റ് വളരെ ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് ഇച്ചിരി മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെക്കാമെന്ന് വെച്ചു, പക്ഷെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. കമ്മലുകൾ ഇഷ്ടംപോലെ എടുത്ത് വെച്ചു. മീൻസ് കമ്മലാണല്ലോ നമ്മൾ കൂടുതൽ മാറ്റുക. അങ്ങനെ കമ്മലെടുത്ത് വെച്ചു. പിന്നെ കുട്ടിയുടെ ഇടാത്ത 2-3 ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്, ഇതെന്തോ കഴുത്തിൽ കെട്ടണ മാല പോലത്തെ സാധനങ്ങൾ എടുത്ത് വെച്ചു. എയർപോർട്ടിൽ ചെന്നിട്ട് വേണം, അവിടെ പെട്ടികളൊക്കെ ഉണ്ടാവും, ഷോപ്പിംഗ് സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ചെന്നിട്ട് കുഞ്ഞി പെട്ടി മേടിക്കാൻ. പിന്നെ ഒരു മെഡിക്കൽ പെട്ടി മേടിക്കണം. മെഡിക്കൽ പെട്ടിയല്ല, കുഞ്ഞ് ബാഗ് മേടിക്കണം എന്നുണ്ട്. പെട്ടിയല്ല കേട്ടോ, ബാഗ്.
അപ്പോൾ കുഞ്ഞിന് മാത്രം പെട്ടി മേടിച്ചാൽ മതി. പിന്നെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഞാൻ അവൾക്ക് പെട്ടി മേടിക്കണം, അല്ല അവന് പെട്ടി മേടിക്കണം. അവനാട്ടോ ബോയാണ്, നോട്ടി ഗേൾ. ഓക്കെ, നോട്ടി ഗേൾ ബോയാണ്. ബോയ്ക്ക് പറ്റിയ പേരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താ, ഇതൊരു ബ്ലൂ ടീമാണ്. ഓക്കെ, ഞാൻ പറയാൻ വിട്ടു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. പിന്നെന്തെല്ലാം ഞങ്ങൾ ചെയ്ത് ചെരുപ്പെടുത്ത് വയ്ക്കാൻ ലാസ്റ്റ് പറ്റിയില്ല. എന്നിട്ട് പിന്നെന്താ, ശരിക്കും ഞാൻ താഴെയിട്ടു. അത് നിങ്ങൾ കാണിച്ചല്ല. ചെറുപ്പാണ് നിങ്ങൾക്ക് മേടിക്കാമല്ലോ, ടൂറല്ലോ, അവിടെ പൈസയുണ്ട് ഇതിന്. ഓക്കെ, അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. മെട്രോ ട്രെയിനിൽ ഞാൻ കയറിയപ്പോൾ എടുക്കാൻ വിട്ടുപോയി. ഇറങ്ങിയതാണ് കേട്ടോ ഇത്. ഇത് രണ്ടാമത്തെ സ്റ്റേഷൻ. എന്നുവെച്ചാൽ ഇറങ്ങണ സ്റ്റേഷൻ ഇത്, കയറുന്ന സ്റ്റേഷൻ വേറെ സ്ഥലം. ഇത് കയറാനും പറ്റും, ഇറങ്ങാനും പറ്റും. ഓക്കെയാണ് ഞാൻ ഒരു സാധനം എടുത്തത്. ഇങ്ങനെ കൈക്കിടാനുള്ള പരിശ്രമമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നെ പിടിച്ച് തുള്ളിച്ചാടുന്നല്ലാണ്ട്. അങ്ങനെ എൻ്റെ ഫോൺ വീണു. ഓക്കെ, നോ പ്രോബ്ലം. എന്നിട്ട് ഞാൻ പിടിച്ചു, എൻ്റെ പെറ്റെടുത്ത് അതിൻ്റെ മുകളിൽ കയറ്റി. അവളായിട്ട് സ്ട്രേഹയാണ് എടുത്തത്. ഞാനല്ല, റീനു എടുത്തു. എന്നിട്ട് വീണ്ടും അവളെ താഴെ ഇട്ടു. സ്നേഹം പിന്നെ ഞാനെടുത്തു. പിന്നെ റീനൂനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ. ഞാൻ പറഞ്ഞു, ഞാൻ പോയി പെട്ടി എവിടെയാണ് നോക്കിയിട്ട് വരാം, നീണ്ടു നിൽക്കുന്ന പറഞ്ഞു. വേണമെങ്കിൽ വിളിക്കാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെയും കൂടി വിളിച്ചിട്ട് വരാം. മീൻസ് പെട്ടിയുടെ കീച്ച് നോക്കിയപ്പോഴാണ് ഫ്രണ്ട്സ് എനിക്കെന്തോ ട്രോഫി കിട്ടിയത്. സീക്രട്ട് നമ്പർ 1. ഓക്കെ, സീക്രട്ട് നമ്പർ 1 എയ്റോപ്ലെയിൻ്റെ ചിറകാണ്. എനിക്കത് എടുക്കാൻ പറ്റാത്തതാണ് ഞാൻ അവിടെ വെച്ചു. ആവശ്യം വന്നാലും പറഞ്ഞ് വേസ്റ്റിലിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓരോ സമയത്ത് നല്ല രസമാണ്. എന്തായാലും നമ്മളങ്ങോട്ട് കടന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ പല നമുക്ക് 2-3 ആൾക്കാരെ ഉണ്ടാക്കാം. മീൻസ് നമ്മുടെ ഇഷ്ടത്തിന് മേക്കപ്പൊക്കെ ചെയ്ത് ഞാനിപ്പോൾ സുന്ദരിക്കുട്ടികളാക്കാം. അതിലൊന്നും ഇടാൻ പറ്റില്ല. ഇട്ടില്ല. പ്ലെയിനിൽ കയറാൻ പറ്റില്ല. അതിനിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരും. ഇത് എയർപോർട്ട് മാത്രമായിട്ടുള്ളൂ പ്ലെയിനിൽ കയറാൻ പറ്റുന്നത്. എന്തായാലും കാണിക്കും, വരുമ്പോൾ ഫസ്റ്റ് കാണിക്കും. ഓക്കെ, ആൻഡ് പിന്നെന്താ, ചെക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോഴേക്കും 2 മിനിറ്റ് ഈ പാസൂലേ ഷൂട്ട് ചെയ്ത് കഴിയാൻ പറ്റുള്ളൂ. പിന്നെ അത് സേവ് അടിക്കണം. ഇപ്പം 2 മിനിറ്റ് ആവും, 49 49. അപ്പം അത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടി അവിടെ ചെക്കായിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പെട്ടിയിലേ കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ് നോക്കി പെട്ടി ചെക്ക് ചെയ്യണമെങ്കിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കട്ടി ഉണ്ടായി പെട്ടിനെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്താണ്. ഓക്കെ, പിന്നെ പെട്ടി പിടിച്ച് ഞാൻ ലിഫ്റ്റ് പോയി. അവിടെ ലിഫ്റ്റ് കയറ്റാൻ പറ്റിയില്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാനതിൽ ഇറക്കി. ഞങ്ങളിങ്ങനെ നോക്കുക. പിന്നെ ഇവിടെ അല്ലായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും ഇറങ്ങേണ്ട. അതെവിടെയായിരുന്നു റൈസ് അതെല്ലാം മേടിക്കാനുണ്ട്. പിന്നെ ഞാനൊരു ബാഗ് ഇട്ട് കൊടുത്തു. അതിന് ബാഗ് നമുക്ക് ഊരാൻ പറ്റും. ഫസ്റ്റ് ഇതിന് ബാഗൊന്നും ഊരാൻ പറ്റില്ല. ഇപ്പോൾ ഇനി കുറേ ഒബ്ജക്ഷൻസ് ഉണ്ട്. അത് കാരണമാണ്. പിന്നെന്താ, പിന്നെ ഇതിനും പിടിച്ചാൽ പിന്നെ സംസാരിക്കുന്ന പെണ്ണിൻ്റെ കമ്മൽ ഊരാന്ന് വിചാരിച്ചപ്പോൾ നോക്കി കമ്മലിടാം. കാരണം ഞാൻ മോതിരത്തിൻ്റെ കാര്യം അറിയണത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും 2-3 മോതിരിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കമ്മലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കമ്മൽ ഊരിനെ കിട്ടില്ല. പിന്നെ കിട്ടി ഗൈസ്, ഇങ്ങനെയൊക്കെ കിട്ടി. ഇങ്ങനത്തെ നമ്മൾ കമ്മൽ ഊരി തരും നമുക്ക്. ഇത്രയും കമ്മൽസ്. അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്ത് ഞാൻ ഇതാണ് എടുത്തത്. എനിക്ക് ബ്ലാക്കിനോട് ക്രൈസ് ഉള്ള കാരണം ഞാൻ അതെടുത്തു. പക്ഷേ അത് വരുമ്പോൾ മീൻസ് ഞാൻ അവിടെ ഞാൻ കളിക്കാൻ പോകുമ്പോൾ നീ എന്തിനാണ് എനിക്കിതിട്ടെന്ന് ചോദിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ അത് കൊടുത്തു. എനിക്ക് ഇട്ടെന്ന് ശരിയായില്ല ഫസ്റ്റ്. അവൾക്ക് ഇട്ടപ്പോൾ കാണില്ല, എനിക്ക് ഇട്ടപ്പോൾ കാണില്ല. അങ്ങനെ ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ താഴെ ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ ഞാൻ അതിട്ട് കൊടുത്തു. പിന്നെ ഈ കമ്മലൊക്കെ എടുത്ത് ഞാൻ പെട്ടിയിലേക്ക് കമത്തി ഗൈസ്. നമ്മൾക്ക് ചെക്കിങ് കഴിഞ്ഞ കാരണം ഇതൊക്കെ മേടിക്കാൻ പറ്റും. ഞാനിങ്ങനെല്ലാം മേടിച്ച് സെറ്റാക്കി ഞാൻ പിടിച്ചു. പിന്നെ സ്നേഹം പിടിച്ചു. ഇതിൽ ഫുഡ് കോർട്ടൊക്കെയാണ്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ തന്നെയാണ് അറിയുന്നത്. കാണിച്ചതും പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പെട്ടിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ പെട്ടി എടുത്തു. 2 പെട്ടി എടുത്തു. 2 പെട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ എടുത്തു. 25 വല്ല പറ്റി.
ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനങ്ങനെ കുട്ടിയുടെ പെട്ടി മാറ്റാൻ കുട്ടിയുടെ പെട്ടിയില്ല സോറി ആയ കണ്ണാടി എനിക്ക് വെച്ചാൽ കണ്ണാടി മുമ്പിൽ പെണ്ണ് ഇങ്ങനെ എന്തോ കോപ്രായത്തിൽ കാണിക്കും. പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് എടുത്ത് നമ്മളെ കുഞ്ഞ് ബ്ലാക്ക് പെട്ടിയിലാക്കി. മീൻസ് കുട്ടിക്ക് അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ചില്ല. പിന്നെ ഈ പെട്ടി എനിക്ക് ഇഷ്ടമായ കാരണം മാത്രം ഞാൻ അതിൽ ഇച്ചിരി ഇയറിങ്സൊക്കെ സെറ്റ് ചെയ്ത് ഓൾ റൈറ്റാക്കി എല്ലാം താഴെ എടുത്തിട്ടപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടി ഗൈസ്. ഓക്കെ, അങ്ങനെ തൊണ്ട പറ്റി തുടങ്ങി. കുറേ നേരം ഇനിയും സംസാരിക്കുന്നു. ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കാറെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പോൾ എനിക്കറിയാത്ത ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുക. പിന്നെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇൻസ്റ്റഗ്രാം അല്ല, ഇൻസ്റ്റോ. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഫോണും ഇതിലത്തെ 2 ഫോണും പിന്നെ എൻ്റെ ഇയറിങ്സും വെച്ച് ഞാൻ അടച്ച് പോയിട്ട് ഗൈസ് ഇതിന് പിന്നെ അവിടെ ഇരിക്കണ 2 പാവാടി 2 കോട്ട് കൊടുത്ത് പെട്ടിയിലാക്കി. ഇതിൽ നമുക്ക് ATM കാർഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. ഓക്കെ, ഞാനിത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് വെച്ചാൻ പറ്റിയില്ല. അപ്പം ഞാൻ എടുത്ത് എവിടേക്ക് അലങ്കൂലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ചെറിയ ആശ്വാസം തോന്നി. അതെല്ലാം ഇവിടെ എങ്ങനെ എടുക്കുമെന്നാണ് ചിന്തിച്ചത്. ഞാൻ ആ പെട്ടിക്ക് 2 എനിക്ക് തൃപ്തി. എന്നിട്ട് ഞാൻ ഒരു കൂസല്ലാണ്ട് പിടിച്ചെടുക്കണമൊക്കെ എന്നാൽ നിങ്ങൾ സമ്മതിക്കണം ഗൈസാണ്. ഞാൻ അവിടെ അമർത്തി ഫുഡ് കോസ്റ്റായിരുന്നു ഫ്രണ്ട്സ്. ഇതെനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ നിന്ന് അമർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഞാനിത് ഇറക്കിയിട്ട് ഞാൻ പിന്നെ അപ്പുറത്ത് പോയി എൻ്റെ ഒരു പൊട്ടത്തരങ്ങളെ കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്ന ഫുഡ് ഞാൻ തിരിച്ചു കൊണ്ടത്തന്നെ പോയി. എന്നിട്ട് അപ്പുറത്തെ സ്ഥലത്ത് ഞാൻ പോയി വീണ്ടും ഫുഡ് കോർട്ട് വീണ്ടും അത് തന്നെ പിടിച്ച് നിർത്തി. മീൻസ് വളഞ്ഞ് തിരിഞ്ഞു പോകത്താൻ തോന്നുന്നു. അങ്ങനെ ഞാൻ ലിഫ്റ്റ് 3rd ഫ്ലോർ എത്തിച്ചു. നമുക്ക് 4th ഫ്ലോറിലേക്ക് പോയി കാണിക്കാം നിങ്ങൾക്ക്. ഇത് ചുമ്മാ ഒരു സ്ഥലമാണ്. നമ്മുടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടി വരുന്നില്ല. കുട്ടി കുറുമ്പേ ഇനി 4th ഫ്ലോറിലേക്ക് കയറി ഗൈസ്. ഞാൻ 4th ഫ്ലോറിൽ പ്രത്യേകിച്ച് എന്താണുള്ളത് എനിക്കറിയില്ല. ഇത് കണ്ടു ഇവിടെയൊക്കെ പണി നടക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇത് ടാക്സി അതും കഴിഞ്ഞ് പിന്നെ ഞാനെന്താ ഈ വീഡിയോ എന്ന് പറഞ്ഞ സാധനത്തിലാണ് നമ്മൾ അമർത്തേണ്ട. ഇപ്പം കണ്ടല്ലോ പിങ്ക് അതിലോട്ടോ. അതിപ്പോൾ ക്ലിയറായിട്ട് കാണിച്ചിട്ട് ഞാൻ കണ്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇവിടെയും നമുക്ക് ഓപ്പൺ ആയാൽ നമ്മൾ എന്തായാലും പ്ലെയിനിൽ പോകണ കണ്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഒരു സാധനം എടുത്തു ഫ്രണ്ട്സ്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇതെല്ലാം വൃത്തിയൊക്കെ നോക്കി പിന്നെ 2 പെട്ടെടുത്ത് വെച്ച് ഈ പെട്ടെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിടിച്ചു കൊടുത്തു. പെണ്ണും പിള്ളക്ക് അറിയുന്നില്ല. ഓക്കെ, അതിന് ശേഷം ഞാൻ വീണ്ടും 3rd ഫ്ലോറിലേക്ക് പോകാൻ കാണിച്ചെന്നല്ലോ അല്ലേ. ഓക്കെ, അതിന് ശേഷം ഞാൻ 3rd ഫ്ലോറിൽ ചെന്ന് ഇറങ്ങി. പിന്നെ നമ്മളവിടെ കിടന്ന് കുത്തിത്തിരിപ്പൊക്കെയായി. അതിന് ശേഷം ഞാൻ തണ്ടി നടന്ന് ഓടി വന്നു. പിന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി കാണിച്ചു. മീൻസ് ഇതാണ് നമ്മൾ ടൂറ് വന്നിരിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഈ സ്ഥലത്തെത്തി. വേറെ ഒന്നുമല്ലാതെ ഇത് തന്നെ ഇവിടുത്തെ ഈ കുട്ടീനൊക്കെ പിടിച്ചങ്ങോട്ട് മാറ്റി കൊടുത്തു. നമ്മളവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ടെൻറ്റ്. നിങ്ങളെവിടെ താമസിക്കുന്നത് വെച്ചാൽ നല്ല ടെൻറ്റ് ഉണ്ട് ഇവിടെ. അതാണ് ഇത്. ഞാൻ പണ്ട് തൊട്ടേ കളിക്കണതാണ്. അത് കാരണമാണ് ഇത് പറയുന്നത്. എനിക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇത് നോക്കിയാണ് പൊടിയുന്ന വരെ എനിക്കറിയാം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പെട്ടിയൊക്കെ എടുത്ത ടെൻറ്റിലിട്ട് കള്ളന്മാർ വന്നാലോ, ഓപ്പൺ പ്ലേസ് അല്ലേ. പിന്നെ ഞാൻ നോക്കിയത് എന്താ ചെയറാണ് ഫ്രണ്ട്സ്. അവിടെ ഇല്ലാത്ത കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി എനിക്ക്. ഇത് നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്ന തലോണ പോലത്തെ സ്ഥലമാണ്. ഈ സോഫ കുഷി പോലത്തെ സോഫയുടെ ഒരു പോലത്തെ ചെറിയ മടക്കാൻ പറ്റും. ഞാൻ അത് കാണിച്ചില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല.
ഓക്കെ, അതിനുശേഷം ഞാനത് അടച്ചു. പിന്നെ മറ്റേ സാധനം അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ രാത്രിയാക്കി. ഫ്രണ്ട്സ്, 3 പിടിച്ച് നിർത്തിയ രാവിലെയും പിന്നെ സൂര്യനെ പിടിച്ച് നിർത്തിയ അങ്ങനെയാണ് ഫ്രണ്ട്സ് വരിക. അങ്ങനെ ശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു. പിന്നെന്താ, നമ്മൾ ചായ മിനിങ്ങിനൊക്കെ കത്തിച്ച് വീട്ടിൽ ലൈറ്റ് ഒരെണ്ണത്തിനുണ്ട്. അതും സ്റ്റവാണ്. പിന്നെ ഈ സാധനം പിടിച്ചിങ്ങനെ നമ്പർത്തി നമുക്ക് ഭയങ്കരമായിട്ട് ഈസിയായിട്ട് മരം വരും. അത് ഈസ് വെരി ഗുഡ്. ചായ തിളച്ച് പിന്നെ സോസേജിൻ്റെ പാത്രം തപ്പി നടക്കുമ്പോഴേക്കും നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്കോ, 2 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ എത്തിയതിന് ശേഷം ഞാൻ സോസേജ് തപ്പിയത്. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഏതിലും സോസേജ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ തപ്പിയതാണ്. ആ പെൺപിള്ളയുടെ പെട്ടി തപ്പിയപ്പോൾ എനിക്ക് കിട്ടി. അയ്യവിടെ പെട്ടി ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ മാറ്റുമ്പോൾ കാണാട്ടത് കണ്ട ഈ പെട്ടിയിൽ നിന്ന് മർത്തി സോസേജ് കിട്ടി. ഞാനത് നടന്നു. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും 2 സോസേജ് ഉള്ളൂ. ബട്ട് ഇത് തീരാത്ത സോസേജാണ് ഫ്രണ്ട്സ്. എത്ര എടുത്താലും തീരില്ല കണ്ടോ. ശേഷം ഒരു സോസേജ് എടുത്ത് പാത്രത്തിലാത്താരണം ഒരു പെണ്ണിൻ്റെ എണ്ണാക്കിലേക്ക് തള്ളി, നമ്മുടെ സ്നേഹയുടെ എണ്ണാക്കിലേക്ക് തള്ളി, പിന്നെ റീനിൻ്റെ എണ്ണാക്കിലേക്കും തള്ളി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികൾക്ക് പട്ടിണിയാണെന്ന്. ഓക്കെ, പിന്നെ ഞാൻ മാർഷ്മെല്ലോ 2 വടി കുത്താൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു. പിന്നെന്താ, പിന്നെ ആദ്യം ഞാൻ പാത്രം മാറ്റി കൊടുത്തു. പാത്രം മാറ്റിയതിന് ശേഷം ഞാൻ മാർഷ്മെല്ലോ 2 കുത്തി കൊടുത്തു. 1 വയലറ്റ് ആൻഡ് 1 പിങ്ക്. ഫസ്റ്റൊക്കെ ഞാൻ സ്നേഹയുടെയാണ് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് കരിഞ്ഞ് പോയി ഫ്രണ്ട്സ്, എന്ത് ചെയ്യാനാണ്. നോക്കിക്കോ, ഇപ്പോൾ ശരിക്കും അതിൻ്റെ അളവ് ഒരു ബ്രൗണിഷ് കളറാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതാണ് കറക്റ്റായിരുന്നത്. പക്ഷെ ഞാൻ ഇച്ചിരി അതിനെ കൂടി വെച്ച് 2 കരിയാൻ വേണ്ടി അത് കരിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടാക്കിക്ക് എന്നെ കുത്തി കൊടുത്തു. സ്നേഹമുള്ള കസിൻ ഉള്ളേ റെയ്നുവിനെ ഭയങ്കര സ്നേഹമാണ്. രണ്ടാമത്തെ എങ്ങനെയെങ്കിലും മീഡിയം ആക്കാൻ വേണ്ടി എന്തിയാണല്ലോ. അപ്പം എങ്ങനെയെങ്കിലും കരിക്കാൻ പറ്റാൻ വേണ്ടി നോക്കിയെങ്കിൽ ബട്ട് ഞാൻ കരിച്ചില്ല ഫ്രണ്ട്സ്. എൻ്റെ കറി മാത്രം ഞാൻ കരിച്ചില്ല. ഇതിൽ എൻ്റെ മുഖം നിങ്ങൾ കാണില്ല, കണ്ടോ. കരിച്ചില്ല, എനിക്ക് അളവ് കിട്ടിയെങ്കിലും. പക്ഷേ മറ്റേത് കരിക്കാൻ എനിക്ക് പേടി. കാരണം ഞാൻ മറ്റേതെടുത്ത് അവിടെ ഉണ്ടാക്കി തള്ളി, നല്ലതെടുത്ത് തന്നെ ഉണ്ടാക്കിയേക്കും തള്ളി ഗൈസ്. പിന്നെന്താ, പിന്നെ ഞാൻ മീൻസ് മൈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് വേറെ ആയിരുന്നല്ല വന്നത്. നമ്മുടെ ഞാൻ താറ്റയും പറഞ്ഞു, മറ്റേത് ഹായ് ബായ് എന്ന് പറഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാൻ കണ്ടോളൂ. ഓക്കെ, ബൈ. വാവൂ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ഉറക്കി കൂടെ ഞാനും ഇറങ്ങി ഗൈസ്. അതേപോലെ തന്നെ എൻ്റെ സ്നേഹിനും എടുത്ത് ഞാൻ അങ്ങോട്ട് ഉറക്കി. ബൈ. ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ.